ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മളപ്പം നേരെ സൗദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ബീഫും അതുപോലെ തന്നെ അരിപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇതാ ബീഫൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. 3 ട്രോളിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ വാപ്പിയാണ് പാക്ക് ചെയ്യുന്നത്. എനിക്ക് ജസ്റ്റ് അറേഞ്ച് ചെയ്യും, വാപ്പി ഫുള്ളായിട്ട് പാക്ക് ചെയ്യും. അതിനുശേഷം റാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇത് റാപ്പ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇത്തവണ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പെട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ചീത്തയാവുന്ന പേടിച്ച് നമ്മൾ ലേറ്റായിട്ടോ കേട്ടോ എല്ലാം ചെയ്തത്. അങ്ങനെ ഇതാ 2 പേരും കൂടി എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കിടന്നെങ്കിലും ഉറക്കമൊന്നും വന്നില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാ തവണ ഇങ്ങനെ തന്നെയാണ്, തലേദിവസം ഉറക്കമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഇതാ നമ്മൾ കുളിച്ചൊക്കെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിംഗ് വ്ളോഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു, തിരുവല്ലയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത്. അപ്പോൾ അന്നെടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത് സത്യത്തിൽ എൻ്റെ സൈസല്ല, കുറച്ചും കൂടി വലിയ സൈസാണ്. പക്ഷേ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടാണ് കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അങ്ങനെ ഇതാ ഞാൻ റെഡിയാവുകയാണ്. ആദ്യം തന്നെ വാവിനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കയും വാവയും കൂടി താഴോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. വാപ്പി ഉമ്മയും എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ സാധാരണ ഇടുന്ന പോലെ തന്നെ ക്രീമും ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഐലൈനറുമാണ് കേട്ടോ ഇടുന്നത്. അതുപോലെ ഇത്തവണത്തെ 1 മാസം നല്ല രസമായിരുന്നു കേട്ടോ. സമയം പോയതേ അറിയില്ല, അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ ചെറിയ വിഷമമായിരുന്നു. ഇക്കൊക്കെ നല്ല വിഷമമായിരുന്നു കേട്ടോ. പിന്നെ വാവയാണെങ്കിലും വാപ്പി ഉമ്മയും എല്ലാവരുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും സങ്കടമാവുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇടുന്നത് ഈ ഒരു മോതിരവും അതുപോലെ തന്നെ ഒരു വളയും പിന്നെ ഈ കുഞ്ഞു മാലയുമാണ് കേട്ടോ. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം സ്വർണ്ണമൊന്നും നമ്മൾ ഇടാറില്ല, അല്ലെങ്കിൽ തന്നെ സ്വർണ്ണം അങ്ങനെ ഇടാറില്ല കേട്ടോ. ഇനി നമുക്ക് മുടിയും കൂടി ഒന്ന് കെട്ടിയാൽ മതി. അങ്ങനെ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ആദ്യം ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ തലേ തുണിയൊക്കെ ഒന്ന് ചുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ കൂടുതലും കംഫർട്ട് അതാണ്. അങ്ങനെ ഞാനും റെഡിയായി, വാവയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഈ ഉടുപ്പ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല കംഫർട്ടായിരുന്നു കേട്ടോ ആൾക്ക്. അതിനുശേഷം ഇക്ക രാവിലെ ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അരിപ്പത്തിരിയും ബീഫും പിന്നെ കണിഞ്ചായി ആയിരുന്നു കേട്ടോ. ഇക്ക മാത്രമേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ വാവയും കുറച്ച് പോലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആൾ നല്ല ആക്റ്റീവായിരുന്നു. എല്ലാ ദിവസവും ഒരുപാട് ലേറ്റായിട്ടാട്ടോ ആൾ ഉറങ്ങുക. അങ്ങനെ വാപ്പയായിട്ട് നല്ല കളിയും കാര്യങ്ങളുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇക്ക ഫയലും കാര്യങ്ങളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു, ഉറക്കവും ഇല്ല, മൊത്തത്തിൽ നല്ല ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രൈവറിക്കാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവറൊക്കെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ ആൾ എത്താറായെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് തിണ്ണയെ വെച്ചിട്ടുണ്ട്. വാവിക്ക് ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്നതിൽ ഇഷ്ടം സ്വന്തമായിട്ട് നടക്കാനാണ് കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് നടന്ന നല്ല അലമ്പാവും. ഇപ്പോൾ 1 മണിക്ക്, അതായത് വെളുപ്പിന് 1 മണിക്ക് നടക്കുന്ന നടത്താണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഡ്രൈവറിക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പതിവായിട്ട് വിളിക്കുന്ന ഡ്രൈവറിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ലഗേജൊക്കെ നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എടുത്ത് വെക്കാൻ നല്ല പാടായിരുന്നു. അങ്ങനെ വാപ്പി ഇക്കായും ഡ്രൈവറിക്കായും എല്ലാം കൂടി അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ 2-2.5 മണിക്കൂറിന് ശേഷം നമ്മൾ കൊച്ചി എയർപോർട്ടിലെത്തി. വരുന്ന വഴിക്ക് ഞാനും അതുപോലെ വാവയും ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ടൈമിൽ
ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. കൂടുതലും വാവേനെ വിട്ടുപോകുന്നതിൻ്റെ സങ്കടമാണ് കേട്ടോ. അവൾ നല്ല അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവരുമായിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് സമയം പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫ്ലൈറ്റ് വരുന്നത്. ഈ ഒരു സമയം വാവ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ചിരിയും കളിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇത് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. അപ്പുറം വാപ്പയും ഉമ്മയും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി അവിടെ പോയി നിന്നതാണ് കേട്ടോ. എല്ലാ തവണയും ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ അവർ പോകാറുള്ളൂ. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഈ ഒരു ടൈമിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അതിനെല്ലാം ശേഷം നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ വാവ ഭയങ്കര കരച്ചിലായിരുന്നു, വിശക്കുന്നെന്നും പറഞ്ഞു. പക്ഷേ ആ ഒരു ടൈമിൽ അവിടെയൊന്നും ഫീഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തതിന് ശേഷം ഈ ഒരു വെഹിക്കിളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്ക ഇല്ല കേട്ടോ, ഞാനും ഐസും മാത്രമേ ഉള്ളൂ. ഇക്കയുടെ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ വിചാരിച്ചത് ഇതിന് പേയ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ഇത് ഫുൾ ഫ്രീ ആണെന്ന്. എന്തായാലും സംഭവം അടിപൊളിയാണ്. പ്രായമുള്ളവർക്കാണെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും അതുപോലെ ഇതുപോലത്തെ അത്യാവശ്യ ഘട്ടമൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പോകേണ്ട സ്ഥലം ഇവിടെയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വാവയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാപ്പി, അതായത് ഇക്കയുടെ വാപ്പി വന്ന ടൈമിൽ ഇതുപോലെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനും കഴിക്കുന്നുണ്ട്, ഐസൂനും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇക്ക ഞങ്ങളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ആൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എൻ്റെ ഫോണിൽ സൗദി സിം ആയതുകൊണ്ട് കോളും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ കുറേ സമയത്തിന് ശേഷമാണ് കേട്ടോ ഇക്ക അടുത്തെത്തിയത്. പിന്നെ അങ്ങോട്ട് വെയിറ്റിങ്ങിൻ്റെ ടൈമായിരുന്നു കേട്ടോ. 2 മണി തൊട്ട് 7 മണി വരെയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്ന ടൈമാകുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു ടെൻഷനും സങ്കടവും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിന് ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടോ. എന്തോ ഭാഗ്യത്തിന് നമുക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ ഇച്ചിരി തണുപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആൾക്ക് സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ബ്രദർ കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്കിതിൻ്റെ ഡിസൈനാണ് കേട്ടോ കൂടുതലും ഇഷ്ടപ്പെട്ടത്. പിന്നെ വാവ കുറേ സമയം ഫ്ലൈറ്റിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളിതാ വിൻഡോ ഒക്കെ തുറക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഫോണിൽ കാണുമ്പോൾ വലിയ ഇതൊന്നുമില്ല, പക്ഷെ നേരിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വാവയ്ക്കൊരു കൂട്ടുകാരിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ വാവയുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുഞ്ഞും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആളുമായിട്ട് നല്ല കളിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഭംഗിയുള്ള വ്യൂ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണിലെടുക്കുമ്പോൾ എന്തോ വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ നേരത്തെ പറഞ്ഞ ആ കൂട്ടുകാരിയാണ് കേട്ടോ ഈ പുറകെ ഇരിക്കുന്നത്. ആൾ നല്ല കളിയായിരുന്നു, തോണ്ടി വിളിക്കുമായിരുന്നു. അത്രയും ഇഷ്ടപ്പെട്ടു. സാധാരണ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ആൾ ആരുമായിട്ടും അടുക്കത്തും ഇല്ലായിരുന്നു, നോക്കത്തു പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുന്ന ടൈമായപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തെ ട്രാവലിന് ശേഷം നമ്മൾ സൗദിയിലെത്തിയിട്ടോ. അപ്പോൾ ഇത് സൗദിയിൽ മോർണിംഗ് വ്യൂ ആണ്. അതുപോലെ വാവ അത്യാവശ്യം നല്ലപോലെ ഉറങ്ങിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കളിയും ചിരിയൊക്കെ തന്നെയായിരുന്നു.
നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വാവയ്ക്ക് എല്ലാവരും മിസ് ചെയ്യുമോ, ആൾക്ക് സങ്കടമാവുമോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ലാൻഡിങ്ങിന് മുമ്പായിട്ട് ആൾക്ക് ചെവി വേദനയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു ക്യാപ്പ് വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആൾ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 3 പേർക്കും ചെവി വേദന വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതായിരിക്കാം മാക്സിമം വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ വാവ തീരെ സമ്മതിക്കുന്നില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇത്തവണ ഞങ്ങൾക്ക് 3 പേർക്കും കാതുവേദന ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലഗേജിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഏറ്റവും അവസാനം വന്ന ലഗേജ് ഞങ്ങളുടെ ആയിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, മിക്കവാറും ഇങ്ങനെ തന്നെയാണ് വരാറ്. പിന്നെ ഈ ലഗേജ് വരാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മയൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു, വാവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ലഗേജ് അറ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവറൊക്കെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ പുറത്ത്. അങ്ങനെ നമ്മൾ ചെന്ന ഉടനെ തന്നെ കാറിൽ കയറി നേരെ റൂമിലോട്ട് വിട്ടു. ഇവിടെ നല്ല ഒന്നാന്തരം കാലാവസ്ഥയായിരുന്നു. അത്യാവശ്യം തണുപ്പും നല്ല ചെറിയ മഴയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ 1 മാസത്തിന് ശേഷം നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലഗേജൊക്കെ മുകളിൽ കയറ്റാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പെട്ടി അൺബോക്സിങ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട് എന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.